ടി വി പ്രസാദിലേക്ക് ഒന്ന് പോയി വരാം. ജെയ്സൺ, ഞാൻ മടങ്ങി വരാം. തൃശ്ശൂരിലേക്ക് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇന്നലെ നമ്മളുടെ പ്രതിനിധി ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ബിജു രമേശ് ഈ അരുവിക്കരയിലെ ഒരു കോളനിയിൽ പോയി വോട്ടിന് പണം നൽകി എന്നൊരു ആരോപണം LDF പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. എന്നാൽ പണം കൈമാറിയില്ല എന്നാണ് ബിജു രമേശ് പറയുന്നത്. കൈമാറുന്നത് കണ്ടു എന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ ഉണ്ടായത്. അരുവിക്കര എന്ന് പറയുന്ന സ്ഥലം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. അവിടെ 134 ബൂത്ത് ഉൾപ്പെടുന്ന വടക്കേമല എന്ന് പറയുന്ന ഒരു കോളനിയിലാണ് വൈകിട്ട് 6:30 ബിജു രമേശ് 2 കാറുകളിലായി 7 ആൾക്കൊപ്പം എത്തിയത്. ഈ വരവ് പണം കൈമാറാനാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് LDF ഉന്നയിച്ചത്. വലിയ വ്യവസായിയായ ബിജു രമേശിന്, രാഷ്ട്രീയ നേതാവല്ലാത്ത ബിജു രമേശിന് എന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാറായ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു കോളനിയിൽ വരണം എന്ന ചോദ്യമാണ് പ്രധാനമായും LDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. LDF പ്രവർത്തകർ കുറച്ചുകൂടി കടത്തി പറയുന്നുമുണ്ട്. അതായത് ബിജു രമേശ് പണം കൊടുക്കുന്നത് കണ്ടു, അതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് LDF നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അധികം വൈകാതെ തന്നെ CPMന്റെ അരുവിക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആന്റണി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വൈകിട്ട് 6:30 സംഭവിക്കുന്നു. ബിജു രമേശിനെയും സംഘങ്ങളെയും LDF തടഞ്ഞു വയ്ക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ജയിച്ചത് മദ്യവും പണവും വിതരണം ചെയ്തിട്ടാണ് എന്ന ഗുരുതരമായ ആരോപണം റിപ്പോർട്ടറിലൂടെ തന്നെയാണ് വി ജോയ് ഉന്നയിച്ചത്. അത് നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യം ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ LDF നേതാക്കളുടെ ഒരു ശ്രദ്ധ ഇത്തരം കോളനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് LDFന്റെ നേതാക്കൾ പറയുന്നത്. എല്ലാ കോളനികളും കേന്ദ്രീകരിച്ച് പണമോ മദ്യമോ അങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ LDFന്റെ നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ബിജു രമേശും സംഘവും അവിടെ വന്നപ്പോൾ വളരെ പെട്ടെന്ന് LDF നേതാക്കൾ അവരെ തടഞ്ഞത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ബിജു രമേശ് പണം കൈമാറി എന്ന് തെളിയിക്കാൻ ഒഫീഷ്യൽ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ഇലക്ഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി, പോലീസ് അവിടെ എത്തി. പക്ഷെ പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അരുൺ, ഒരു കാര്യം വ്യക്തമാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന അരുവിക്കരയിൽ നിന്ന് തന്നെ ഒരുപാട് അകത്തേക്ക് പോകുന്ന ആ ഒരു കോളനിയിലേക്ക് എന്തിനാണ് ബിജു രമേശ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ്, ബിജു രമേശിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അടൂർ പ്രകാശ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അങ്ങനെ അവിടെ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അത് വലിയ പ്രശ്നമുണ്ടാകും എന്ന കാര്യം അറിയാത്ത ആളല്ല സ്വാഭാവികമായും ബിജു രമേശ്. പിന്നെ എന്തിനാണ് അവിടെ പോയത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് എന്നാണ് കൂടെ പോയ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത്തരം കോളനികളിൽ എന്ത് റിയൽ എസ്റ്റേറ്റ് കാര്യമാണ് ഈ വൈകിട്ട് സമയത്ത് ഉള്ളത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനിപ്പോൾ മറുപടി പറയേണ്ടത് ബിജു രമേശ് തന്നെയാണ്. വോട്ടിന് പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കണ്ടെത്തേണ്ടത് ഇലക്ഷൻ ഓഫീസർമാരാണ്. അവരുടെ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും LDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ പിടിവള്ളിയാണ്. സമീപകാലത്തെല്ലാം നമ്മൾ കേൾക്കുന്നത് പോലെ കോളനികൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ മദ്യവും പണവും ഒഴുക്കാറുണ്ട് എന്നത് പ്രസംഗത്തിലായിരുന്നുവെങ്കിൽ LDFന് അത് വലിയ പ്രചരണായുധമാക്കുന്ന രീതിയിൽ അടൂർ പ്രകാശിന്റെ ഏറ്റവും അടുത്ത ബന്ധുവും വ്യവസായിയും ബാർ മുതലാളിയുമായ ബിജു രമേശിനെ തടഞ്ഞു വെക്കാനായി എന്നുള്ളത് അവരവരുടെ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടും, തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണായുധമാക്കുകയും ചെയ്യും. അരുൺ.